ഈ വിജയുടെ ഫോട്ടോയും ഇതൊക്കെ തൂക്കിയിട്ട് ഈ വെയിലും കൊണ്ട് തിയേറ്ററൊക്കെ കയറി ഇറങ്ങി. എന്താ അതുകൊണ്ട് ഗുണം കണ്ടത്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഗുണം കണ്ടില്ലേ? രാവിലത്തെ ഒരു എന്താ പറയുക, ഒരു ഇളക്കിമറി കണ്ടില്ലേ? എഴുതി കാണിപ്പ് കഴിഞ്ഞപ്പോഴേ ഞാൻ ഉറങ്ങി. ആരോ പറഞ്ഞ പോലെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഞാൻ ഈ പടം കാണില്ല. വയറ്റിലുള്ള കോഴി വരെ കൂടില്ലേ? എനിക്ക് വിജയണ്ണന്റെ കൂടെ അഭിനയിക്കണം, അതാണ് എന്റെ ആഗ്രഹം. അങ്ങോട്ട് ചെന്നാ മതി. അശോക് രാജ് സാർ ഇയാളുടെ കരണക്കുറ്റി അടിച്ച് പൊട്ടി. ഈ കളയുന്ന സമയം ഉണ്ടെങ്കിൽ വല്ല ജോലിക്ക് പോക്കൂടെ ഉണ്ണിക്കണ്ണ? വാഴയും വെച്ചാ മതിയായിരുന്നു. ഇപ്പൊ ഞാൻ ഇത് കഴിഞ്ഞ നാളെ നേരെ പോണത് അവിടെ പണി ഏറ്റിട്ടാണ്. മുണ്ടും തുണി കഴുകും, പെരയെ മുറ്റടിച്ചു വാരും, കഞ്ഞി വെക്കും, അരയ്ക്കും, കൂട്ടാൻ വെക്കും. എന്റെ കൂടെ വന്നിട്ട് ഒരു ദിവസം കൈക്കോട്ട് പണിക്കോ, ഒരു ദിവസം കരിങ്കല്ല് പണിക്കോ, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറ്റും. ഭയങ്കരമായ ആള്. ഈ തടി വെച്ചിട്ട് എല്ലാ പണിയെടുക്കുക. ഈ പറയണവർക്ക് ഉണ്ണിക്കണ്ണൻ എന്താണെന്ന് അറിയില്ല. ഉണ്ണിക്കണ്ണനും വീട്ടുകാർക്കും അടുത്തുള്ളവർക്കും അറിയാം ഉണ്ണിക്കണ്ണൻ എങ്ങനെയാണ് എന്താന്ന്. വിജയണ്ണന്റെ പിറന്നാളിന് എനിക്ക് ചോറ് കൊടുക്കാനും പുതപ്പും നെയ്റ്റിയും കൊടയും മുണ്ടും ഇതൊക്കെ കൊടുക്കാനും പൈസ എന്റെ സംസാരത്തിന്റെ ഒഴുക്കുകളെ അവിടെ വീട്ടിന്റെ അവിടെയുള്ള ടീച്ചർമാര്, അവിടുത്തെ ബാങ്കിലുള്ളവര്, പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്റെ ഈശോ, എന്റെ 10 രൂപയും പോയല്ലോ. അവര് പൈസ തന്നത് കുറെ പൈസ തന്നാലും 1 രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. വേണ്ടി ട്രൈ ചെയ്യുന്നൊക്കെ മനസ്സിലാക്കും. പക്ഷെ ഇത് ഇത്രയും ഉറക്കവുമില്ല, ഊണുമില്ല, ഒന്നുമില്ല, ആളുകളുടെ പൈസ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. 117 തരം ഭ്രാന്തുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇത് 118ാമത്തതാ. ഇത്രയും മതി.